ഗിരിയേട്ടൻ എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കുന്നത്? ടെൻഷനോ? എനിക്കോ? നീ എന്തൊക്കെയാ മഞ്ജു ഈ പറയുന്നേ? വെറുതെ നുണ പറയാൻ നിൽക്കണ്ട. പണ്ടത്തെ പോലെയല്ല. ഗിരിയേട്ടന്റെ മുഖം അറിയാ, എനിക്കത് മനസ്സിലാവും. ഗിരിയേട്ടൻ എന്താ ഇനി ഇന്ന് മറയ്ക്കാൻ ശ്രമിക്കുന്നത്? ഞാനൊരു പോലീസുകാരിയാ. എത്ര വൈകിയാലും സത്യം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കും. ഞാനൊന്നും ഒളിക്കുന്നില്ല എന്ന് പറഞ്ഞില്ലേ? നീ വെറുതെ ആ പീതാംബരം പറയുന്ന കേട്ട് ഓരോന്ന് സങ്കല്പിച്ച് കൂട്ടല്ലേ. അയാള് പറയുന്നതെല്ലാം വിശ്വസിക്കാൻ മാത്രം മണ്ടിയല്ല ഞാൻ. പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്. ഗിരിയേട്ടനും അയാളും തമ്മില് എന്തോ ബന്ധമുണ്ട്. ബന്ധമുണ്ട്? അയാള് ഗോപാൽജിയുടെ കയ്യിൽ നിന്നും കുറെ കാശ് കടമായി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് തിരിച്ചു വാങ്ങാൻ ഞാൻ പലവട്ടം അയാളെ കണ്ടിട്ടുണ്ട്. അത്രമാത്രേ ഉള്ളൂ? എങ്കി പിന്നെ എന്തിനാ അയാള് ഗിരിയേട്ടനെ ഇത്രയും പേടിക്കുന്നത്? തവണകൾ കൃത്യമായി അടയ്ക്കാതിരുന്നപ്പോ 2-3 തവണ ഞാൻ അയാളെ പിടിച്ച് നല്ല ഇടി ഇടിച്ചിട്ടുണ്ട്. അന്ന് കൊടുത്ത ഇടിയുടെ ഓർമ്മ അയാൾക്ക് ഇപ്പോഴും ഉണ്ടാവും. അതിന്റെ ഒരു ചെറിയ പേടി ഉണ്ടാകാതിരിക്കോ? വാങ്ങിയ കാശ് തിരിച്ചു തരാനില്ലാത്ത പീതാംബരന് ഗിരിയേട്ടനെ പേടിക്കേണ്ട കാര്യം ഉണ്ടായിരിക്കും. പക്ഷെ ലക്ഷപ്രഭുവായ പീതാംബരന് ഗിരിയേട്ടനെ പേടിക്കേണ്ട എന്ത് കാര്യമാണ് ഉള്ളത്? നിന്റെ അച്ഛനെ കൊന്നത് അയാളല്ലേ? അതിന് ദേഷ്യം ഞാൻ അയാളോട് കാണിക്കുമെന്ന് കരുതിയിട്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ അയാൾ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് എന്നെയാണ്. അയാള് വീട് തേടി വന്ന് എന്നെ കണ്ടില്ലേ? അപ്പോ അയാൾക്ക് മറയ്ക്കാൻ ഒന്നുമില്ല. ഒരു കാര്യം എനിക്ക് ഉറപ്പാ. പീതാംബരൻ ഗിരിയേട്ടനെ ഭയക്കുന്നതിനേക്കാൾ കൂടുതൽ ഗിരിയേട്ടൻ അയാളെ ഭയക്കുന്നുണ്ട്. അതെന്തിനു വേണ്ടിയാണെന്ന് എനിക്കറിയില്ല. പീതാംബരനിൽ നിന്ന് ഞാൻ ആ സത്യം അറിയുന്നതിനേക്കാൾ ഭേദം ഗിരിയേട്ടൻ തന്നെ എന്നോടത് പറയുന്നതല്ലേ. നീ എന്തൊക്കെയാ മോളെ ഈ പറയുന്നേ? നീ അയാള് പറയുന്നത് ഓരോന്ന് കേട്ട് കാട് കയറി ചിന്തിക്കല്ലേ. അയാൾ ഒരു കുടുംബ വഴക്കുണ്ടാക്കാൻ മനഃപൂർവ്വം ഓരോന്നുണ്ടാക്കി പറയുന്നതായിരിക്കും. പണ്ട് ഞാൻ കൊടുത്ത തല്ലിന് പ്രതികാരം ചെയ്യാൻ നമ്മൾ തമ്മിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ അയാൾ ശ്രമിക്കുന്നതായിരിക്കും. നീ വെറുതെ അയാൾ പറയുന്നൊന്നും കേൾക്കാൻ നിൽക്കല്ലേ. അയാൾ നിന്റെ അച്ഛനെ കൊന്ന ആളാ. എന്റെ അച്ഛനെ കൊന്നത് ഗോപാലനാണ്. അതിൽ പീതാംബരൻ എന്ത് പങ്കാ ഉള്ളതെന്നാണ് എനിക്കറിയേണ്ടത്. അയാളിലൂടെ ഞാൻ ഗോപാലനിലേക്ക് എത്തും. നിനക്ക് നിന്റെ അച്ഛന്റെ മരണം അന്വേഷിക്കണമെന്ന് എനിക്കറിയാം. പക്ഷേ അതിന് പീതാംബരനെ പോലെയുള്ളവരെ കൂട്ടുപിടിച്ചിട്ട് ഒരു കാര്യമില്ല. അയാള് സ്വന്തം കാര്യം കാണാൻ എത്ര നുണ വേണമെങ്കിലും പറയും. എന്നെ അയാൾ പറ്റിക്കുമെന്നുള്ള പേടിയൊന്നും ഗിരിയേട്ടന് വേണ്ട. അയാള് പറയുന്നത് നുണയാണോ എന്ന് മനസ്സിലാക്കാനുള്ള വിവേചന ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. അയാളെ ഞാൻ എന്തായാലും കാണും. ഗിരിയേട്ടനോട് ഞാൻ അവസാനമായിട്ട് ചോദിക്കാം, എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല.